ഇന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഫിഷ് ഫ്രൈ മസാല കഴിക്കാൻ ഒരാഗ്രഹം. അങ്ങനെ ഒരു 2 അയില കിട്ടി. അപ്പോൾ അതങ്ങ് വെച്ച് നോക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പും ഒരു കരിയാപ്പിലയും നന്നായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തു. മസാല നന്നായിട്ട് മിക്സ് ചെയ്തപ്പം ഞാൻ അതിലേക്ക് ആ അയിലയെ കൂടെ എടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും വല്ലതൊക്കെ തിന്നാനായിട്ട്. ഇപ്പം പാക്കിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് എന്നും ഈ പച്ചക്കറികൾ കഴിക്കുമ്പോൾ ഒരു മടുപ്പല്ലേ. അങ്ങനെ ചേട്ടായിയോട് പറഞ്ഞപ്പം പോയി അയില മേടിച്ചുകൊണ്ട് വന്നതാണ്. അത് നന്നായിട്ട് മസാല തേച്ചങ്ങ് എടുത്ത് ഞാനൊരു 1 മണിക്കൂറോളം അത് അവിടെ അങ്ങ് വെച്ചിരുന്നു. അത് 1 മണിക്കൂർ ഏകദേശം വെച്ച് അത് കുറച്ച് മസാലയൊക്കെ പിടിച്ച് വന്നപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് അതിനെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തു. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കരിയുന്നത് പോലെയൊക്കെ വന്നു. വെച്ചിട്ട് വേറെ പണിക്ക് പോയി. പാക്കിങ് നടക്കുന്നതുകൊണ്ട് കുറച്ച് പാക്ക് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞില്ല, ചെറുതായിട്ടൊന്ന് മൂപ്പ് കൂടിപ്പോയി. അപ്പോൾ അടുത്ത സൈഡ് അപ്പോൾ ഞാൻ അത്രയും മൂപ്പിക്കാൻ നിന്നില്ല. ഉടനെ തന്നെ അതങ്ങ് മാറ്റി. അത് കഴിഞ്ഞ് ആ ബാക്കി വന്ന എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇതെല്ലാം മസാലകളും തയ്യാറാക്കിയത്. കുറച്ച് പെരിഞ്ജീരകം ഞാൻ അതിനകത്തോട്ടിട്ട് ഒന്ന് മൂക്കാൻ വേണ്ടി. ആ ഒരു മണം വേണമല്ലോ, ഒരു മണത്തിന് വേണ്ടിയാണ് ആ പെരിഞ്ജീരകം ഇട്ടത്. പെരിഞ്ജീരകവും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് ഒന്ന് മൂത്ത് വന്നപ്പം ചെറിയ ഉള്ളി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്ത് കുറച്ച് സവാള, ഒരു 2 സവാളയോടെ ഉണ്ടായിരുന്നു, അതിനെ ചെറുതായിട്ട് മുറിച്ച് അതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഉപ്പും കൂടെ ഇട്ടായിരുന്നു, പക്ഷേ അത് വീഡിയോയിൽ വന്നിട്ടില്ല. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഒരു 2 തക്കാളിക്ക കുഞ്ഞായിട്ട് മുറിച്ചതും കൂടെ അതിനകത്തിട്ടൊന്ന് വഴറ്റി. അത് ഉള്ളിയും തക്കാളിക്കയും ഒന്ന് ചെറുതായിട്ട് വഴണ്ടു വന്നപ്പോൾ ഞാൻ എന്നാ ചെയ്തു, നമ്മളാ ചെറിയൊരു കളറ് വേണമല്ലോ, അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ശകലം കുരുമുളകും കൂടെ ഇട്ടു. പക്ഷേ എരിവുണ്ടെങ്കിലേ നമുക്കതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഒരു ശകലം ചതച്ച് വെച്ചിരുന്ന ആ മുളകും കൂടെ അങ്ങ് ചേർത്തു. അതൊന്ന് ഇതാക്കി വന്നപ്പോഴത്തേക്കാണ് നോക്കിയപ്പം പാത്രത്തിൽ നമ്മൾ മീൻ മസാല പിടിപ്പിച്ചതിൻ്റെ മസാല ബാക്കിയുണ്ട്. ഒരു കുടംപുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് നന്നായിട്ട് കഴുകി അതിനകത്തിട്ട് ഇതൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ അയില മീനിനെ കൂടെ അതിനകത്തോട്ടിട്ട് ഈ മസാലയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫിഷ് മസാല റെഡിയായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള വട്ടുകളുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കുക, അതിങ്ങനെ ചൂടോടെ കഴിക്കണം. ഇനി അത് കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. പോകുന്ന സ്ഥലത്ത് ഇനി കടൽ മീൻ കിട്ടുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇതൊരു ഓർമ്മയായിട്ടിരിക്കട്ടെ.